വിന്റർഫെല്ലിന്റെ മരവിപ്പിക്കുന്ന ആകാശത്ത് അപ്പോഴും മരണത്തിന്റെ കരിഞ്ഞ ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എരിയുന്ന പന്തങ്ങളുടെ വെളിച്ചത്തിൽ മരത്തടികൾ കൊണ്ട് തീർത്ത വലിയ ചിതകൾക്കു മുകളിൽ കിടക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു ആ വലിയ ജനക്കൂട്ടം. കാറ്റിന്റെ ഓരോ ഇരമ്പലിലും ഒരു വിലാപം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ജോറ മോർമോണ്ടിന്റെ നിശ്ചലമായ ശരീരത്തിന് മുകളിൽ ഡെനറിസ് ടാർഗേരിയന്റെ കണ്ണുകളിൽ അടക്കാനാവാത്ത സങ്കടം ഇരമ്പിയാർക്കുകയായിരുന്നു. തനിക്കുവേണ്ടി, തന്റെ ജീവനുവേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞ ആ വലിയ മനുഷ്യന്റെ അരികിലേക്ക് അവൾ പതുക്കെ കുനിഞ്ഞു. ആ തണുത്ത വിളറിയ നെറ്റിയിൽ അവൾ മൃദുവായി ചുംബിച്ചു. എന്നിട്ട് ആരും കേൾക്കാത്ത, ലോകത്തിൽ അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന എന്തോ ഒന്ന് ജോറാന്റെ ചെവിയിൽ അവൾ മന്ത്രിച്ചു. മറുവശത്ത് സാൻസ സ്റ്റാർക്കിന്റെ കണ്ണുനീർ തിയോൺ ഗ്രേജോയുടെ നെഞ്ചിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഒരുപാട് വേദനകൾക്കും അവഗണനകൾക്കും ഒടുവിൽ ഒരു യഥാർത്ഥ പോരാളിയായി മരിച്ചുവീണ ആ ശരീരത്തിനു മുകളിൽ അവൾ വിറയ്ക്കുന്ന കൈകൾ വെച്ചു. ഒരടി പുറകോട്ടുമാറി തന്റെ നെഞ്ചിലെ സ്റ്റാർക്ക് കുടുംബത്തിന്റെ ചിഹ്നം അവൾ പതുക്കെ അഴിച്ചെടുത്ത് തിയോണിന്റെ വസ്ത്രത്തിൽ കുത്തിവെച്ചു. അവൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ആ അംഗീകാരം അവൾ മരണത്തിൽ അവന് നൽകുകയായിരുന്നു. ജോൺ സ്നോവും ആര്യ സ്റ്റാർക്കും സാം ടാർലിയും ബ്രാൻ സ്റ്റാർക്കും തീപ്പന്തങ്ങളേന്തിയ സ്റ്റാർക്ക് സൈനികർക്കിടയിൽ നിശബ്ദരായി നിന്നു. ഡാനരീസും ഗ്രേ വേമും വാരിസും മിസ്സന്റെയും ടൈറിയൻ ലാനിസ്റ്ററും അവർക്കൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേർന്നു. എങ്ങും ചിതകൾ മാത്രം. ആ ഭയാനകമായ രാത്രിയിലെ പോരാട്ടത്തിന്റെ ബാക്കിപത്രമായിരുന്നു അത്. ഗോസ്റ്റ് പോലും ഒരു പ്രതിമയെപ്പോലെ തന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ ആ വലിയ മൈതാനത്ത് നിശബ്ദനായി നിൽക്കുന്നുണ്ടായിരുന്നു. ജോൺ എല്ലാവരെയും നോക്കിക്കൊണ്ട് പതുക്കെ മുന്നോട്ടു വന്നു. അവന്റെ ശബ്ദം ആ തണുത്ത കാറ്റിൽ മുഴങ്ങിക്കേട്ടു. നമ്മുടെ സഹോദരീ സഹോദരന്മാരോട്, അച്ഛനമ്മമാരോട്, സുഹൃത്തുക്കളോട് വിട പറയാൻ വേണ്ടിയാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്, ജോൺ പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഭാരമുണ്ടായിരുന്നു. ഓരോ വാക്കും ആ അന്തരീക്ഷത്തിൽ ആഴത്തിൽ പതിച്ചു. മറ്റുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടി തങ്ങളുടെ വിയോജിപ്പുകൾ മാറ്റിവെച്ച് ഒന്നിച്ച് പോരാടി മരിച്ചവരാണവർ. ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും ഇവരോട് ഒരിക്കലും വീട്ടാൻ കഴിയാത്ത കടപ്പാടുണ്ട്. വരും തലമുറകൾക്ക് വേണ്ടി ഇവരുടെ ഓർമ്മകൾ നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ്. മനുഷ്യവംശത്തെ കാത്ത പരിചകളായിരുന്നു ഇവർ. ഇനി ഇവരെപ്പോലൊരാളെ നമ്മൾ ഈ ഭൂമിയിൽ കാണില്ല, ജോൺ പറഞ്ഞു. സ്റ്റാർക്ക് സൈനികരും ഫ്രീ ഫോൾക്ക് പോരാളികളും ചേർന്ന് ജോണിനും സാൻസായ്ക്കും ആര്യായ്ക്കും സാമിനും ടോർമോൺ ജാൻസ്ബെയിനും ഡെനറിസിനും ഗ്രേ വേമിനും തീപ്പന്തങ്ങൾ കൈമാറി. അവർ ആ വലിയ മൈതാനത്ത് വിറങ്ങലിച്ചു കിടക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചിതകൾക്കടുത്തേക്ക് നടന്നു. ജോൺ സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് ധീരയായ ചെറിയ പോരാളി ലിയാന മോർമോണ്ടിന്റെ അടുത്തേക്ക് നീങ്ങി. ജോൺ പതുക്കെ തലയുയർത്തി ഡെനറിസിനെ നോക്കി. ഒരു നിമിഷത്തെ ആ മൂകമായ നോട്ടത്തിനു ശേഷം അവർ ഒരേ മനസ്സോടെ തങ്ങളുടെ കൈയിലെ തീപ്പന്തങ്ങൾ ആ വലിയ മരച്ചിതകളിലേക്ക് താഴ്ത്തി. ഉണങ്ങിയ മരത്തടികളിലേക്ക് തീ പടർന്നു കയറാൻ അധികനേരം വേണ്ടി വന്നില്ല. വലിയ ശബ്ദത്തോടെ തീജ്വാലകൾ ആകാശത്തേക്ക് ഉയർന്നു. ജീവൻ വെടിഞ്ഞ ശരീരങ്ങളെ അഗ്നി വിഴുങ്ങാൻ തുടങ്ങി. ജോറാന്റെ ശരീരത്തിലേക്ക് തീ പടരുന്നത് നോക്കിനിൽക്കാൻ കഴിയാതെ ഡാനറിസ് മുഖം തിരിച്ചു നടന്നു. ആ വലിയ മൈതാനത്തുനിന്നും കറുത്ത പുക ആകാശത്തേക്കുയർന്നു തുടങ്ങി. കുറച്ചു സമയത്തിനുശേഷം വിന്റർഫെല്ലിലെ വലിയ ഹാളിൽ മരിച്ചവർക്കു വേണ്ടിയുള്ള വിരുന്ന് ആരംഭിച്ചു. ഹാൾ മുഴുവൻ ആളുകളെക്കൊണ്ട് നിറഞ്ഞിരുന്നെങ്കിലും അവിടെയൊരു ശ്മശാന മൂകതയായിരുന്നു. എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും മരണത്തിന്റെ ഭയമായിരുന്നു. എങ്ങും രക്തം മരവിപ്പിക്കുന്ന നിശബ്ദത മാത്രം. പ്രധാന മേശയ്ക്കു ചുറ്റും ബ്രാനും സാൻസായും ജോണും ഡാനേറീസും ടിരിയൻ ഇരിപ്പുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ജെൻട്രി ബറാത്തിയോൻ ചുറ്റും നോക്കി ആര്യായെ തിരയുകയായിരുന്നു. അവന്റെ കണ്ണുകൾക്ക് അവളെ കണ്ടെത്താനായില്ല. അവൻ തിരിഞ്ഞ് സാൻഡർ ക്ലിഗേൻ ഇരിക്കുന്ന മേശയ്ക്കരികിലെത്തി. ദ ഹൗണ്ട് ആർത്തിയോടെ ചുറ്റും നടക്കുന്നതൊന്നും വകവയ്ക്കാതെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. നീ ആര്യായെ കണ്ടായിരുന്നോ? ജെൻട്രി ചോദിച്ചു. കത്തുന്ന ശവശരീരങ്ങളുടെ ഗന്ധം ഇപ്പോഴും വായുവിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് നിന്റെയൊരു ചിന്ത, ഹൗണ്ട് പറഞ്ഞു. എനിക്കവളോടൊന്ന് നന്ദി പറയണം, അതിനുവേണ്ടിയാ, ജെൻട്രി പറഞ്ഞു. തീർച്ചയായും നീയത് ചെയ്യും, ദ ഹൗണ്ട് പറഞ്ഞു. അപമാനിതനായ ജെൻട്രി ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു. വലിയ ഹാളിന്റെ വാതിലിനടുത്തേക്ക് അവൻ പോകുമ്പോൾ പ്രധാന മേശയിലിരുന്ന ഡാനേറീസ് അവനെ ശ്രദ്ധിച്ചു. ജെൻട്രി, ഡാനേറീസ് വിളിച്ചു. ആ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ട് ജെൻട്രി നിന്നു. ഹാൾ ഒന്നുകൂടി നിശബ്ദമായി. എല്ലാവരുടെയും കണ്ണുകൾ അവരിലേക്ക് നീണ്ടു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ ജനങ്ങൾ ശ്വാസമടക്കിപ്പിടിച്ചു. അതല്ലേ നിന്റെ പേര്? ഡെനറിസ് ചോദിച്ചു. ജെൻട്രി ഭയത്തോടെയും ബഹുമാനത്തോടെയും ഡെനറിസിന്റെ അടുത്തേക്ക് നടന്നു. അതെ, യോർ ഗ്രേസ്, ജെൻട്രി പറഞ്ഞു. നീ റോബർട്ട് ബറാത്തിയോന്റെ മകനാണ്, ഡെനറിസ് പറഞ്ഞു. ജെൻട്രി സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. അയാൾ എന്റെ കുടുംബത്തിന്റെ സിംഹാസനം തട്ടിയെടുക്കുകയും എന്നെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന കാര്യം നിനക്കറിയാമോ? ഡെനറിസ് ചോദിച്ചു. അയാൾ മരിക്കുന്നതുവരെ അയാൾ എന്റെ അച്ഛനാണെന്ന് എനിക്കുപോലും അറിയില്ലായിരുന്നു, ജെൻട്രി പറഞ്ഞു. അതെ, അയാൾ മരിച്ചു. അയാളുടെ സഹോദരന്മാരും മരിച്ചു. അപ്പോൾ ആരാണിപ്പോൾ സ്റ്റോംസെൻഡിന്റെ അവകാശി? ഡെനറിസ് ചോദിച്ചു. ജെൻട്രി ഭയത്തോടെ താഴേക്ക് നോക്കി. എനിക്കറിയില്ല, യോർ ഗ്രേസ്, ജെൻട്രി പറഞ്ഞു. ഡെനറിസ് സദസ്സിനെ മുഴുവൻ നോക്കി. ആർക്കെങ്കിലും അറിയാമോ? ഡെനറിസ് ചോദിച്ചു. ഹാളിൽ ആരും മറുപടി പറഞ്ഞില്ല. സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത. നീ സ്റ്റോംസെൻഡിലെ പ്രഭുവാകണമെന്നാണ് എന്റെ ആഗ്രഹം, ഡെനേറിസ് പറഞ്ഞു. എനിക്കതിന് കഴിയില്ല. ഞാനൊരു അവിഹിത സന്തതിയാണ്, ജെൻട്രി പറഞ്ഞു. അല്ല, നീ റോബർട്ട് ബറാത്തിയോന്റെ നിയമാനുസൃതനായ മകൻ ലോർഡ് ജെൻട്രി ബറാത്തിയോനാണ്. ഇന്നു മുതൽ നീയാണ് സ്റ്റോംസെൻഡിലെ പ്രഭു. കാരണം ഞാനാണ് നിന്നെ അങ്ങനെയാക്കിയത്, ഡെനറിസ് പറഞ്ഞു. ഡെനറിസിന്റെ ആ രാജകീയമായ പ്രഖ്യാപനം കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു.
ജെൻട്രിക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാനായില്ല. ഒരു ഇരുമ്പുപണിക്കാരനിൽ നിന്നും വലിയൊരു പ്രഭുവായി താൻ മാറിയെന്ന സത്യം ഉൾക്കൊള്ളാൻ അവന് സമയമെടുത്തു. അടുത്തുള്ള മേശയിലിരുന്ന ഡാവോസ് വേഗത്തിലെഴുന്നേറ്റ് തന്റെ ഗ്ലാസ് ഉയർത്തിപ്പിടിച്ചു. ലോർഡ് ജെൻട്രി ബരത്യോണിനു വേണ്ടി. ഡാവോസ് പറഞ്ഞു. ഹാളിലെ എല്ലാവരും ആവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് ജെൻട്രിയെ അഭിവാദ്യം ചെയ്തു. അത്ഭുതത്തോടെ നിൽക്കുന്ന ജെൻട്രിക്ക് നേരെ ജോൺ ചിരിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് മദ്യം നീട്ടി. ജെൻട്രി സന്തോഷത്തോടെ എല്ലാവരെയും നോക്കി അഭിവാദ്യം ചെയ്തു. എന്നാൽ ദ ഹൗണ്ട് ഇതൊന്നും വകവയ്ക്കാതെ വീണ്ടും ഭക്ഷണം കഴിക്കുന്നതിൽ മുഴുകി. ആളുകളുടെ ആരവം വീണ്ടും വർദ്ധിച്ചു. ഡെനറിസിന്റെ ഈ രാഷ്ട്രീയ നീക്കം എത്രത്തോളം ബുദ്ധിപരമാണെന്ന് ടീരിയന് മനസ്സിലായി. ഒരു വീരൻ ഇതിലും വലിയൊരു സമ്മാനം കിട്ടാനില്ല. ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കാത്ത ഒരു സ്റ്റോംസ് എൻഡ് പ്രഭു. ഡെനറിസ് ടീരിയനെ നോക്കി ഒരു നേർത്ത പുഞ്ചിരി നൽകി. ഈ കൂട്ടത്തിൽ നിനക്ക് മാത്രമല്ല ബുദ്ധിയുള്ളത്, ഡെനറിസ് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ട് വളരെ ഗൗരവത്തോടെ ഡെനറിസിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു സാൻസ. ഹാളിന്റെ അന്തരീക്ഷം ആകെ മാറിമറിഞ്ഞു. മരണത്തിന്റെ ഭയം മാറി മദ്യത്തിന്റെ ലഹരി ജനങ്ങളെ കീഴടക്കി. ഒരു സേവക വന്ന് ബ്രിയന്റെയും ജെയ്മിയുടെയും മുന്നിൽ മദ്യം വെച്ചു. ബ്രിയൻ വേഗത്തിൽ തന്റെ ഗ്ലാസ് കൈകൊണ്ട് മൂടിയെങ്കിലും ജെയ്മി അവളുടെ കൈ പിടിച്ചുമാറ്റി. നമ്മൾ മരിച്ചവരോട് യുദ്ധം ചെയ്ത് ജീവനോടെ ഇരിക്കുകയാണ്. ഇത് ആഘോഷിക്കാനുള്ള സമയമല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ജെയ്മി ചോദിച്ചു. ജെയ്മി അവൾക്കും തനിക്കുമായി മദ്യം പകർന്നു. ബ്രിയൻ അല്പം പരിഭ്രമത്തോടെ അവനെ നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഗ്ലാസുകൾ കൂട്ടിമുട്ടിച്ച് മദ്യം കുടിച്ചു. ഹാളിന്റെ മറ്റൊരു വശത്ത് ഡാവോസും ടൈരിയനും മെലിസാന്ദ്രയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഡാവോസിന്റെ മുഖത്ത് ഇപ്പോഴും ഒരുതരം അസ്വസ്ഥതയുണ്ടായിരുന്നു. അവസാനമായി ഞാൻ അവളെ കണ്ടപ്പോൾ ഇനിയൊരിക്കൽ കൂടി എന്റെ മുന്നിൽ വന്നാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് അവളോട് പറഞ്ഞിരുന്നു, ഡാവോസ് പറഞ്ഞു. അതിന് തക്കതായ കാരണങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കുമല്ലോ, ടീരിയൻ പറഞ്ഞു. ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഡാവോസ് പറഞ്ഞു. എനിക്കിതിന് അവസരം കിട്ടിയില്ല. അവൾ സ്വയം മരിച്ചു. അല്ലെങ്കിൽ അവളുടെ ദൈവം അവളോട് അങ്ങനെ ചെയ്തു. ടീരിയൻ അവിടെ നിന്നും നടന്നു. കുറച്ചകലെയായി വീൽചെയറിലിരിക്കുന്ന ബ്രാൻനെ അവൻ ശ്രദ്ധിച്ചു. ആ കണ്ണുകളിൽ ഭാവിയോ ഭൂതകാലമോ എന്നില്ലാത്ത ഒരു ശൂന്യതയായിരുന്നു. ഇത് വളരെ ബുദ്ധിപരമായി ഉണ്ടാക്കിയ ഒന്നാണ്. ഞാൻ നിനക്കുവേണ്ടി ഡിസൈൻ ചെയ്ത ജീനിയും ഇതിലും മികച്ചതായിരുന്നു, ടീരിയൻ പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ഡയറോൺ ടാർഗേരിയൻ തന്റെ വൈകല്യമുള്ള മരുമകനു വേണ്ടിയുണ്ടാക്കിയ അതേ മാതൃകയാണിത്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു, ബ്രാൻ പറഞ്ഞു. നമ്മുടെ ചരിത്രം നിനക്ക് മറ്റാരേക്കാളും നന്നായി അറിയാം. വിന്റർഫെല്ലിലെ പ്രഭു എന്ന നിലയിൽ അത് നിനക്ക് വലിയൊരു മുതൽക്കൂട്ടാകും, ടൈരിയൻ പറഞ്ഞു. ഞാൻ വിന്റർഫെല്ലിലെ പ്രഭുവല്ല, ബ്രാൻ പറഞ്ഞു. നെഡ് സ്റ്റാർക്കിന്റെ ജീവിച്ചിരിക്കുന്ന ഏക യഥാർത്ഥ മകൻ നീയാണ്, ടീരിയൻ പറഞ്ഞു. ബ്രാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അവന്റെ കണ്ണുകൾ അടുപ്പിലെ തീയിലേക്ക് തന്നെ ഉറച്ചിരുന്നു. എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ബ്രാൻ പറഞ്ഞു. ആ ശബ്ദത്തിൽ യാതൊരു വികാരവുമില്ലായിരുന്നു. മേസ്റ്റർ വോൾക്കൻ ബ്രാനിന്റെ വീൽചെയർ ഉരുട്ടി അവിടെ നിന്നും കൊണ്ടുപോയി. പ്രധാന മേശക്കരികിൽ വലിയൊരു ആഘോഷം നടക്കുകയായിരുന്നു. ടോർമണ്ട് ലഹരിയുടെ കൊടുമുടിയിലായിരുന്നു. അവൻ ജോണിനെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുകയായിരുന്നു. ജനക്കൂട്ടം അവരെ പ്രോത്സാഹിപ്പിച്ചു. ജോൺ നിരസിക്കാൻ ശ്രമിച്ചെങ്കിലും സാൻസായും അവനെ നിർബന്ധിച്ചു. ആ വലിയ ഹാളിൽ എങ്ങും ചിരിയും ബഹളവുമായിരുന്നു. ഡെനറിസ് എഴുന്നേറ്റ് നിന്ന് തന്റെ ഗ്ലാസ് ഉയർത്തി. വിന്റർഫെല്ലിലെ യഥാർത്ഥ നായികയായ ആര്യ സ്റ്റാർക്കിനു വേണ്ടി, ഡെനറിസ് പറഞ്ഞു. എല്ലാവരും ആവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് അത് ഏറ്റുവിളിച്ചു. എന്നാൽ അപ്പോഴും ദ ഹൗണ്ട് മാത്രം ആരെയും വകവയ്ക്കാതെ ഇരിക്കുകയായിരുന്നു. ടോർമണ്ട് തന്റെ വലിയ പാത്രത്തിൽ നിന്നും ദീർഘനേരം മദ്യം കുടിച്ചു. അവൻ ഉച്ചത്തിൽ അലറി. ജോണും സാൻസായും ഇത് കണ്ടു ചിരിച്ചു. എന്നാൽ സാൻസായുടെ കണ്ണുകൾ വീണ്ടും ഡാനറിസിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ആഘോഷങ്ങൾക്കിടയിലും ഡാനറിസിന് താൻ ഒറ്റപ്പെട്ടതായി തോന്നിത്തുടങ്ങി. സാൻസ പതുക്കെ എഴുന്നേറ്റ് അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. ഡെനറിസ് തന്റെ ഇരിപ്പിടത്തിലേക്ക് തിരികെ വന്നിരുന്ന് ഒറ്റപ്പെട്ടുപോയതുപോലെ ചുറ്റും നോക്കി. ഹാളിന്റെ മറ്റൊരു മൂലയിൽ ടൈരിയനും ജെയ്മിയും ബ്രിയനും പോഡ്രിക്കുമിരുന്ന് മദ്യപാന മത്സരം നടത്തുകയായിരുന്നു. ഓരോരുത്തരും മറ്റുള്ളവരെക്കുറിച്ച് ഊഹങ്ങൾ പറയുകയും അത് ശരിയാണെങ്കിൽ അവർ മദ്യം കുടിക്കുകയും വേണം എന്നതായിരുന്നു കളി. ഇതേസമയം പ്രധാന മേശക്കരികിൽ ടോർമണ്ട് തന്റെ കൂട്ടുകാരുമായി ചേർന്ന് ജോണിനെ പുകഴ്ത്തുകയായിരുന്നു. അവൻ ആ വലിയ ഡ്രാഗണിന്റെ പുറത്തു കയറി പറക്കുന്നത് ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും അവനെ പിന്തുടരാൻ തീരുമാനിച്ചത്. അവൻ അങ്ങനെയൊരു മനുഷ്യനാണ്, ടോർമണ്ട് പറഞ്ഞു. ഡെനറിസ് ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. ജനങ്ങൾ ജോണിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് അവളിൽ വലിയ അസൂയ ഉണ്ടാക്കി. അവൾ സിംഹാസനം സ്വപ്നം കണ്ടുവന്നവളാണ്. എന്നാൽ ജനങ്ങൾ മറ്റൊരാളെ നേതാവായി കാണുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ശരീരപ്രകൃതിയിൽ ചെറുതാണെങ്കിലും അവന് വലിയ കരുത്തുണ്ട്. ശത്രുവിനെ സുഹൃത്താക്കാനും അതിനുവേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാനും അവന് കഴിഞ്ഞു. ഡെനറിസിന്റെ മുഖത്ത് ഭയം കലർന്ന ദേഷ്യം പ്രകടമായി. ജോൺ പതുക്കെ ഡെനറിസിനെ നോക്കി. അവൾ ഒരു പുഞ്ചിരി വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ട് അവന് നേരെ ഗ്ലാസ് ഉയർത്തി. എന്നാൽ ജനങ്ങൾ ജോണിനെ ഒരു യഥാർത്ഥ രാജാവായി കാണുന്നത് ഡെനറിസിനെ വല്ലാതെ അസ്വസ്ഥയാക്കി. ഹാളിൽ എല്ലാവരും തങ്ങളുടെ സ്വന്തം ആളുകളുമായി ആഘോഷിക്കുമ്പോൾ താൻ മാത്രം അവിടെ തീർത്തും ഒറ്റപ്പെട്ടതായി അവൾക്ക് തോന്നി. വാരിസ് വളരെ ദൂരെ നിന്നും അവളുടെ ഓരോ ഭാവമാറ്റങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ ജനക്കൂട്ടത്തിനിടയിൽ താൻ അന്യയാണെന്ന തിരിച്ചറിവിൽ ഡെനറിസ് വേഗത്തിൽ എഴുന്നേറ്റ് അവിടെ നിന്നും പുറത്തേക്ക് പോയി. വാരിസ് വളരെ ആശങ്കയോടെ അവളുടെ പോക്കു നോക്കി നിന്നു. മദ്യപാന മത്സരം വളരെ ഗൗരവകരമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. അവന്റെ കണ്ണുകളിൽ കുസൃതി കലർന്ന ഒരു ക്രൂരതയുണ്ടായിരുന്നു. അവൻ ബ്രിയനിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, നീയൊരു കന്യകയാണ്. ബ്രിയനിന്റെ മുഖത്തെ ചിരി മാഞ്ഞു. അവളുടെ ഉള്ളിലെ മുറിവുകളിൽ ആരോ ഉപ്പിലിട്ടതുപോലെ അവൾക്ക് തോന്നി.
അവൾ വല്ലാതെ അസ്വസ്ഥയായി. പോഡ്രിക് ഭയത്തോടെ മദ്യം കുടിച്ചു. ജെയ്മി കാര്യങ്ങൾ ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ടൈറിയൻ വീണ്ടും അത് ആവർത്തിച്ചു. അവഹേളിക്കപ്പെട്ടതായി തോന്നിയ ബ്രിയൻ വേഗത്തിൽ എഴുന്നേറ്റ് അവിടെ നിന്നും പോയി. അവിടേക്ക് മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിൽ ടോമുണ്ടുവന്നു. അവൻ ബ്രിയൻ പോകുന്ന വഴിയെ പോകാൻ ശ്രമിച്ചെങ്കിലും ജെയ്മി അവനെ തടഞ്ഞു നിർത്തി. തന്റെ പ്രണയം നഷ്ടപ്പെട്ടതിന്റെ വേദനയോടെ ടോർമണ്ട് നോക്കി നിന്നു. ഒടുവിൽ അവൻ വേദന മറക്കാൻ വീണ്ടും മദ്യത്തിൽ അഭയം പ്രാപിച്ചു. കുറച്ചു സമയത്തിനു ശേഷം വല്ലാതെ തളർന്ന ടോർമണ്ട് തന്റെ ഹൃദയവേദന ദ ഹൗണ്ടിനോട് പറയുകയായിരുന്നു. ഞാൻ അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. എന്നിട്ടും അവൻ വന്ന് അവളെ എന്റെ അടുത്തുനിന്നും കൊണ്ടുപോയി. ക്ലീഗൻ എന്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്, ടോർമണ്ട് പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞിരുന്നു. അവിടേക്ക് സാൻസ നടന്നുവന്നു. അവൾ അവനു മുൻപിലിരുന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ പഴയ ഭയമില്ലായിരുന്നു. പണ്ടൊക്കെ നിനക്ക് എന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയമായിരുന്നു, ദ ഹൗണ്ട് പറഞ്ഞു. അത് വളരെ കാലം മുൻപായിരുന്നു. അതിനുശേഷം നിങ്ങളെക്കാൾ ഭയാനകമായ പലതും ഞാൻ കണ്ടുകഴിഞ്ഞു, സാൻസ പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ ഒരു ഉരുക്കിന്റെ കരുത്തുണ്ടായിരുന്നു. അതെ, ഞാൻ കേട്ടു. നിന്നെ അവർ ക്രൂരമായി വേട്ടയാടിയെന്ന് ഞാൻ കേട്ടു, ദ ഹൗണ്ട് പറഞ്ഞു. അതിനൊക്കെ അവന് കിട്ടേണ്ട ശിക്ഷ അവന് തന്നെ കിട്ടി. ഞാൻ തന്നെയാണ് അവനത് കൊടുത്തത്, സാൻസ പറഞ്ഞു. എങ്ങനെ? ദ ഹൗണ്ട് ചോദിച്ചു. നായ്ക്കളെക്കൊണ്ട്, സാൻസ പറഞ്ഞു. ആ വാക്കുകളിൽ പ്രതികാരത്തിന്റെ തണുപ്പുണ്ടായിരുന്നു. അതുകേട്ട് ഒരു നിമിഷം അത്ഭുതത്തോടെ അവളെ നോക്കി. അവൻ ചിരിച്ചു. നീ ഒരുപാട് മാറിയിരിക്കുന്നു, ചെറിയ പക്ഷി, ദ ഹൗണ്ട് പറഞ്ഞു. അവൻ വീണ്ടും മദ്യം കുടിച്ചു. അന്ന് നീ എന്റെയൊപ്പം കിങ്സ് ലാൻഡിംഗിൽ നിന്നും വന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ലിറ്റിൽ ഫിംഗറും റാംസയും ഒന്നും നിന്റെ ജീവിതത്തിൽ വരില്ലായിരുന്നു, അവൻ പറഞ്ഞു. സാൻസ പതുക്കെ അവന്റെ കയ്യിൽ പിടിച്ചു. ആ സ്പർശനത്തിൽ വലിയൊരു നന്ദിയുണ്ടായിരുന്നു. ലിറ്റിൽ ഫിംഗറും റാംസയും എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ആ പഴയ ചെറിയ പക്ഷിയായി തന്നെ തുടർന്നേനെ, സാൻസ പറഞ്ഞു. അവൾ എഴുന്നേറ്റ് അവിടെ നിന്നും നടന്നുപോയി. പക്വത വന്ന ആ പെൺകുട്ടിയെ നോക്കി ദ ഹൗണ്ട് ചിന്താമഗ്നനായിരുന്നു. വിന്റർഫെല്ലിന്റെ മുറ്റത്ത് ആഘോഷങ്ങൾ തുടരുകയായിരുന്നു. ആര്യയെ തിരയുന്നതിനിടയിൽ ജെൻട്രി വേഗത്തിലോടി ഒരു ഇരുണ്ട ഇടനാഴിയിലേക്ക് പ്രവേശിച്ചു. തണുത്ത കാറ്റ് ആ ഇടനാഴിയിലൂടെ വീശുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവന്റെ മുഖത്തിനു തൊട്ടുമുന്നിലൂടെ ഒരമ്പ് ചീറിപ്പാഞ്ഞുവന്ന് ഭിത്തിയിൽ തറഞ്ഞു. അവൻ ഭയത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ വില്ലുമായി നിൽക്കുന്ന ആര്യയെയാണ് കണ്ടത്. അവളുടെ കണ്ണുകളിൽ എപ്പോഴും കാണുന്ന ആ ഏകാഗ്രതയുണ്ടായിരുന്നു. ഞാനിപ്പോൾ പഴയ ജെൻട്രി റിവേഴ്സ് അല്ല. രാജ്ഞിയുടെ കൽപ്പന പ്രകാരം ഞാൻ ലോർഡ് ജെൻട്രി ബറാത്തിയോണാണ്, ജെൻട്രി സന്തോഷത്തോടെ പറഞ്ഞു. അവന്റെ സ്വരം ആവേശഭരിതമായിരുന്നു. അഭിനന്ദനങ്ങൾ, ആര്യ പറഞ്ഞു. ജെൻട്രി വേഗത്തിൽ അവളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എനിക്ക് പ്രഭു ആകാനൊന്നും അറിയില്ല. എനിക്കറിയാവുന്നത് ഒന്നു മാത്രമാണ്. നീ അതിസുന്ദരിയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്റെ കൂടെയില്ലെങ്കിൽ ഇതൊന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് നീ എന്റെ കൂടെയുണ്ടാകണം, അവൻ പറഞ്ഞു. അവൻ അവളുടെ മുൻപിൽ മുട്ടുകുത്തി നിന്നു. എന്റെ ഭാര്യയാകൂ, സ്റ്റോംസെൻഡിലെ പ്രഭുയാകൂ, അവൻ അപേക്ഷിച്ചു. ആര്യ പതുക്കെ കുനിഞ്ഞ് അവനെ ചുംബിച്ചു. എന്നിട്ട് അവനെ എഴുന്നേൽപ്പിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. നീ വളരെ മികച്ചൊരു പ്രഭുവായിരിക്കും. നിന്നെ കിട്ടുന്ന ഏതൊരു പെണ്ണും ഭാഗ്യവതിയായിരിക്കും. അവൾ വീണ്ടും തന്റെ വില്ലെടുത്ത് അടുത്ത അമ്പ് എയ്യാനായി തയ്യാറെടുത്തു. അവൾ ഒരു സ്വതന്ത്രയായ പക്ഷിയായിരുന്നു, കൂട്ടിലടയ്ക്കാൻ കഴിയാത്ത പക്ഷി. ഇതേ സമയം ബ്രിയനിന്റെ മുറിയിൽ വലിയൊരു തീ എരിയുന്നുണ്ടായിരുന്നു. തണുപ്പിനെ അകറ്റാൻ അവൾ കൂടുതൽ വിറകുകൾ അടുപ്പിലിട്ടു. പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ടുകേട്ടു. അവൾ വാതിൽ തുറന്നപ്പോൾ മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിൽ ജെയ്മി നിൽപ്പുണ്ടായിരുന്നു. അവൻ അവളുടെ അനുവാദമില്ലാതെ മുറിയിലേക്ക് കടന്നു. കുടിക്കാൻ കൂടുതൽ മദ്യവും അവൻ കരുതിയിരുന്നു. അവർ തമ്മിൽ വാക്കുകൾ കൊണ്ട് ചെറിയൊരു യുദ്ധം നടന്നു. അവൻ സ്വയം വസ്ത്രങ്ങൾ അഴിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു കൈ മാത്രമുള്ളതുകൊണ്ട് അവനതിന് കഴിഞ്ഞില്ല. ആ നിമിഷത്തിൽ അവർക്കിടയിലെ എല്ലാ അകലങ്ങളും ഇല്ലാതായി. ബ്രിയൻ അവനെ സഹായിച്ചു. അവർ പരസ്പരം വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. ഞാൻ ഇതിനു മുൻപ് ഒരു നൈറ്റിനൊപ്പം ഉറങ്ങിയിട്ടില്ല, ജെയ്മി പറഞ്ഞു. ഞാൻ ഇതിനു മുൻപ് ആരുടെയൊപ്പവും ഉറങ്ങിയിട്ടില്ല, ബ്രിയൻ പറഞ്ഞു. ജെയ്മി അവളെ കെട്ടിപ്പിടിച്ച് ആവേശത്തോടെ ചുംബിച്ചു. അവളും ആ പ്രണയത്തിൽ അലിഞ്ഞുചേർന്നു. ആ തണുത്ത രാത്രിയിൽ അവർ തങ്ങളുടെ ഏകാന്തതകൾ പങ്കുവച്ചു. ജോണിന്റെ മുറിയിൽ അവൻ വളരെ ക്ഷീണിതനായി കട്ടിലിലിരിക്കുകയായിരുന്നു. മദ്യത്തിന്റെ ആലസ്യം അവനിലുണ്ടായിരുന്നു. അവിടേക്ക് ഡെനേരിസ് വന്നു. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ജോറാന്റെ മരണത്തെക്കുറിച്ചും അവരുടെ പ്രണയത്തെക്കുറിച്ചും അവർ വാചാലരായി. അവർ പരസ്പരം ആവേശത്തോടെ ചുംബിച്ചു. ആ ചുംബനത്തിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ജോൺ അതിൽ നിന്നും പിന്മാറി. അവന് മുൻപിൽ നിൽക്കുന്നത് തന്റെ സ്വന്തം അമ്മായിയാണെന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടിയിരുന്നു. ഡെനറിസിന്റെ മുഖത്ത് വലിയ സങ്കടം നിഴലിച്ചു. അവൾ അകന്നുമാറിയിരുന്നു. ജനങ്ങൾ ജോണിനെ രാജാവായി കാണുന്നതു തന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് അവൾ അവനോട് പറഞ്ഞു. ജോൺ തനിക്ക് സിംഹാസനം വേണ്ടെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയെങ്കിൽ നീ ഈ സത്യം ആരോടും പറയരുത്. ഒരിക്കലും ആരോടും പറയരുത്. ഇല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതം തകർക്കും, ഡാനറിസ് അപേക്ഷിച്ചു. അവളുടെ ശബ്ദത്തിൽ ഒരുതരം ഉന്മാദമുണ്ടായിരുന്നു. എന്നാൽ തന്റെ സഹോദരിമാരായ സൻസായോടും ആര്യായോടും തനിക്കീ സത്യം പറയണമെന്ന നിലപാടിലായിരുന്നു ജോൺ. അവൾ എത്ര അപേക്ഷിച്ചിട്ടും അവൻ തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ല. ഇത് അവരെ വല്ലാത്തൊരു അകൽച്ചയിലേക്ക് നയിച്ചു. അധികാരവും പ്രണയവും തമ്മിലുള്ള ആ വലിയ യുദ്ധത്തിൽ പ്രണയം തോൽക്കാൻ തുടങ്ങിയിരുന്നു. പിറ്റേ ദിവസം വിന്റർഫെല്ലെ വാർ റൂമിൽ എല്ലാവരും ഒത്തുകൂടി. വെസ്റ്ററോസിന്റെ വലിയൊരു ഭൂപടം അവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നു. സെർസിയെ തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങൾ അവർ മെനയുകയായിരുന്നു. അന്തരീക്ഷം വളരെ ഗൗരവകരമായിരുന്നു. കിങ്സ് ലാൻഡിംഗിൽ 10,000-കണക്കിന് നിരപരാധികളായ ജനങ്ങളെ സെർസി മനുഷ്യകവചമായി ഉപയോഗിക്കുകയാണെന്ന് വാരിസ് പറഞ്ഞു.
നഗരമാക്രമിച്ചാൽ ഒരുപാടുപേർ മരിക്കുമെന്ന് ടൈറിയൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ എന്തു വില കൊടുത്തും സെർസിയെ ഇല്ലാതാക്കുമെന്ന വാശിയിലായിരുന്നു ഡേനേറിസ്. യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്ക് വിശ്രമം വേണമെന്ന് സാൻസ ആവശ്യപ്പെട്ടെങ്കിലും ഡാനേരീസ് അത് നിരസിച്ചു. അവർ തമ്മിലുള്ള മാനസിക അകൽച്ച ആ മുറിയിൽ വളരെ പ്രകടമായിരുന്നു. ജോൺ തന്റെ രാജ്ഞിയുടെ തീരുമാനത്തെ പിന്തുണച്ചു. അവർ തങ്ങളുടെ സൈന്യത്തെ രണ്ടായി തിരിച്ച് തെക്കോട്ട് നീങ്ങാൻ തീരുമാനിച്ചു. സമ്മേളനത്തിനു ശേഷം ഗോഡ്സ്വുഡിൽ സ്റ്റാർക്ക് സഹോദരങ്ങൾ ഒത്തുകൂടി. ആ വലിയ വീർവുഡ് മരത്തിന്റെ ചുവന്ന ഇലകൾ കാറ്റിൽ ആടിയുലഞ്ഞു. ആര്യയ്ക്കും സൻസായ്ക്കും ഡാനേറിസിനെ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. ജോൺ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. തങ്ങൾ സ്റ്റാർക്സ് മാത്രമാണെന്നും മറ്റാരെയും വിശ്വസിക്കരുതെന്നും ആര്യ പറഞ്ഞു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ താനൊരു സ്റ്റാർക്കല്ലെന്നും തന്റെ യഥാർത്ഥ അച്ഛൻ റഹഗർ ടാർഗേരിയൻ ആണെന്നുമുള്ള സത്യം അവരെ അറിയിക്കാൻ ജോൺ തീരുമാനിച്ചു. ഇത് ആരോടും പറയില്ലെന്ന് അവർ വളരെ ഗൗരവത്തോടെ സത്യം ചെയ്തു. അന്ന് രാത്രി വിന്റർഫെല്ലിലെ ഒരു ചെറിയ മുറിയിൽ ജെയ്മിയും ടൈറിയനും സംസാരിച്ചിരിക്കുകയായിരുന്നു. പഴയ ഓർമ്മകൾ പങ്കുവെച്ച് അവർ മദ്യപിക്കുകയായിരുന്നു. അവിടേക്ക് ജോഫ്രിയുടെ വലിയ ക്രോസ്ബോയുമായി ബ്രോൺ കയറി വന്നു. അവന്റെ മുഖത്ത് യാതൊരു ദയവുമുണ്ടായിരുന്നില്ല. സെർസൈ അവരെ കൊല്ലാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് അവൻ പറഞ്ഞു. തനിക്ക് പ്രതിഫലമായി റിവർ റൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അവൻ അവരോട് പറഞ്ഞു. ക്രോസ്ബോയുടെ മുന ജെയ്മിയുടെ മുഖത്തിന് നേരെ നീട്ടി അവൻ ഭീഷണിപ്പെടുത്തി. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ടൈറിയൻ തന്റെ ബുദ്ധി പ്രയോഗിച്ചു. അവൻ ബ്രോണിന് ഹൈഗാർഡൻ വാഗ്ദാനം ചെയ്തു. രാജ്യം കീഴടക്കിയതിനുശേഷം താൻ വരുമെന്ന് പറഞ്ഞ് ബ്രോൺ അവിടെ നിന്നും പോയി. പിറ്റേന്ന് പകൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടയിലൂടെ ദ ഹൗണ്ട് ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് തെക്കോട്ട് യാത്ര തിരിച്ചു. അവന്റെ ലക്ഷ്യം ഒന്നുമാത്രമായിരുന്നു. പെട്ടെന്ന് ആര്യ അവനൊപ്പം ചേർന്നു. രണ്ടുപേർക്കും കിങ്സ് ലാൻഡിംഗിൽ പൂർത്തിയാക്കാൻ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. തങ്ങൾ ഇനിയൊരിക്കലും തിരികെ വരില്ലെന്ന ഉറപ്പോടെയാണ് അവർ ആ യാത്ര തുടങ്ങിയത്. ആരും ജീവനോടെ തിരികെ വരാൻ ആഗ്രഹിക്കാത്തൊരു യാത്രയായിരുന്നു അത്. വിന്റർഫെല്ലിന്റെ ആകാശത്ത് ഡാനേരീസ് തന്റെ ഡ്രോഗോണിന്റെ പുറത്ത് കയറി പറക്കുകയായിരുന്നു. താഴെ നിന്ന് സാൻസായും ടൈറിയനും അത് നോക്കിനിന്നു. ഡാനേരീസ് മികച്ചൊരു രാജ്ഞിയാകുമെന്ന് ടൈറിയൻ വിശ്വസിച്ചു. എന്നാൽ അതിലും മികച്ച മറ്റൊരാളുണ്ടല്ലോ എന്ന് സാൻസ ചോദിച്ചു. അത് ജോണിനെക്കുറിച്ചാണെന്ന് ടൈറിയന് മനസ്സിലായി. മുറ്റത്ത് ജോൺ തെക്കോട്ട് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ടോർമണ്ട് വന്ന് അവനോട് യാത്ര ചോദിച്ചു. വടക്കൻ ദേശത്തേക്ക് മടങ്ങാനായിരുന്നു അവന്റെ തീരുമാനം. ഗോസ്റ്റിനെ കൂടെ കൂട്ടാൻ ജോൺ അവനോട് പറഞ്ഞു. വടക്കാണ് ആ ചെന്നായ്ക്ക് ജീവിക്കാൻ നല്ലതെന്നായിരുന്നു ജോണിന്റെ വാദം. അവൻ സാമിനോടും ഗർഭിണിയായ ഗില്ലിയോടും ഹൃദയസ്പർശിയായ യാത്ര ചോദിച്ചു. കുഞ്ഞിന് തന്റെ പേരിടണമെന്ന അവളുടെ ആഗ്രഹം കേട്ട് ജോൺ ചിരിച്ചു. അവൻ കുതിരപ്പുറത്ത് കയറിപ്പോകുമ്പോൾ പാവം ഗോസ്റ്റ് അവനെ നോക്കി വിഷമത്തോടെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. ജോൺ ഒന്നു തിരിഞ്ഞുനോക്കാൻ പോലും തയ്യാറായില്ല. ടാർഗേരിയൻ കപ്പലുകൾ ശാന്തമായ സമുദ്രത്തിലൂടെ നീങ്ങുകയായിരുന്നു. തിരമാലകളുടെ ശബ്ദം മാത്രമായിരുന്നു അവിടെ. ഗ്രേവർമും മിസാന്തയും പരസ്പരം കൈകൾ കോർത്തുപിടിച്ചു നിന്നു. അവർക്കിടയിലെ പ്രണയം ആ നോട്ടത്തിൽ വ്യക്തമായിരുന്നു. വരാനിരിക്കുന്ന യുദ്ധത്തിനു ശേഷമുള്ള ഒരു സമാധാന ജീവിതം അവർ സ്വപ്നം കണ്ടിരിക്കാം. കപ്പലിന്റെ അറയിൽ വാരിസും ടൈറിയനും സംസാരിക്കുകയായിരുന്നു. ജോണിന്റെ യഥാർത്ഥ ജനനരഹസ്യം ഇതിനോടകം പലരും അറിഞ്ഞിട്ടുണ്ടെന്ന് വാരിസ് പറഞ്ഞു. ജനങ്ങൾ എപ്പോഴും സ്നേഹിക്കുന്നത് ജോണിനെ ആയിരിക്കുമെന്നും അവനാണ് യഥാർത്ഥ അവകാശിയെന്നും വേരിസ് ഓർമ്മിപ്പിച്ചു. ഡാനേറിസിനെ മാറ്റുകയാണെങ്കിൽ അത് വലിയൊരു രാജ്യദ്രോഹമാകുമെന്ന് ടൈറിയൻ ഭയപ്പെട്ടു. അവർക്കിടയിലെ സംസാരം വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയായി മാറുകയായിരുന്നു. പെട്ടെന്നാണ് ആ ദുരന്തം സംഭവിച്ചത്. ആകാശത്ത് പറക്കുകയായിരുന്ന റഹഗറിന്റെ നെഞ്ചിലേക്ക് എവിടെ നിന്നോ വന്ന ഒരു കൂറ്റൻ ഇരുമ്പുശരം വായുവിനെ കീറിമുറിച്ചുകൊണ്ട് വന്നു തറഞ്ഞു. ആ ഭയാനകമായ ശബ്ദം സമുദ്രത്തിൽ മുഴങ്ങി. വേദന കൊണ്ട് റഹഗൽ ആകാശത്തുവെച്ച് അലറി. ഡാനേറിസിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിനു മുൻപ് തന്നെ രണ്ടാമത്തെ ശരവും വായുവിനെ കീറിമുറിച്ചു വന്നു തറഞ്ഞു. മൂന്നാമത്തെ ശരം റേഗലിന്റെ കഴുത്ത് തുളച്ചുകയറി. രക്തം ചീറ്റിത്തെറിച്ചു. ആ വലിയ ഡ്രാഗൺ ജീവനില്ലാതെ താഴെ സമുദ്രത്തിലേക്ക് പതിച്ചു. സ്വന്തം കുഞ്ഞിനെ കൺമുന്നിൽ വെച്ച് കൊന്നത് കണ്ട് ഡാനേറിസിന്റെ കണ്ണുകളിൽ കോപം അഗ്നിപർവ്വതം പോലെ തിളച്ചുമറിഞ്ഞു. അവൾ ഡ്രോഗോണിനെ തിരിച്ച് ശത്രുക്കൾക്ക് നേരെ കുതിപ്പിച്ചു. ബ്ലാക്ക് വാട്ടറിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും അയൺബോണിന്റെ കപ്പലുകൾ പുറത്തുവന്നു. യൂറോണിന്റെ മുഖത്ത് പൈശാചികമായ ഒരു ചിരിയുണ്ടായിരുന്നു. അടുത്ത ശരങ്ങളുടെ കൂട്ടം വന്നപ്പോൾ ഡാനേറിസിന് മനസ്സില്ലാ മനസ്സോടെ പിന്മാറേണ്ടി വന്നു. ടാർഗേരിയൻ കപ്പലുകളിൽ ആകെ പരിഭ്രാന്തിയായി. മരണഭയം എല്ലാവരെയും പിടികൂടി. കൂറ്റൻ ശരങ്ങൾ വന്ന് പതിച്ച് കപ്പലുകൾ തകർന്നുകൊണ്ടിരുന്നു. മരപ്പലകകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും മനുഷ്യരുടെ അലർച്ചയും ആ അന്തരീക്ഷത്തെ ഭയാനകമാക്കി. ടൈറിയൻ പ്രാണരക്ഷാർത്ഥം ഓടി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കടലിലേക്ക് എടുത്തുചാടി. തകർന്ന കപ്പലിന്റെ വലിയ പായ്മരം അവന്റെ മുകളിലേക്ക് വീണു. സമുദ്രത്തിന്റെ ഇരുട്ടിലേക്ക് അവൻ താഴ്ന്നുപോയി. ബ്ലാക്ക് വാട്ടർ ബേയുടെ തീരത്ത് പരിക്കേറ്റ സൈനികർ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. അവർ ചുമയ്ക്കുകയും ശ്വാസം കിട്ടാതെ പിടയുകയും ചെയ്തു. ടൈറിയനും വാരീസും ഒരുവിധത്തിൽ തീരത്ത് വന്നു വീണു. ഗ്രേവം വേഗത്തിൽ തീരത്തേക്ക് വന്ന് അലറിക്കൊണ്ട് ചുറ്റും നോക്കി. അവന്റെ ഹൃദയം ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. മിസാന്തേ, അവൻ ഉറക്കെ വിളിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. അവന്റെ ലോകം അവസാനിച്ചതുപോലെ അവന് തോന്നി. അവൻ സമുദ്രത്തിലേക്ക് തന്നെ ഓടി അവളെ തിരയാൻ തുടങ്ങി. തിരമാലകൾക്കിടയിൽ അവളുടെ ഒരു തുമ്പ് കിട്ടാൻ അവൻ അലഞ്ഞു. കിങ്സ് ലാൻഡിംഗിലെ റെഡ് കീപ്പിൽ സെർസെ കോട്ടയ്ക്ക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കി ജനങ്ങളെ കോട്ടയ്ക്കുള്ളിലേക്ക് കയറ്റുകയായിരുന്നു.
ഡെനേരിസ് ആക്രമിക്കാൻ വന്നാൽ ഈ നിരപരാധികളായ ജനങ്ങൾ അവൾക്കൊരു വലിയ തടസ്സമാകുമെന്ന് സെർസെ കരുതി. യൂറോൺ വന്ന് ഡ്രാഗൺ മരിച്ച വിവരം അവളെ വളരെ സന്തോഷത്തോടെ അറിയിച്ചു. അവൻ അവളുടെ വയറ്റിൽ തലോടിക്കൊണ്ട് തങ്ങളുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് സംസാരിച്ചു. അവൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ അതൊരു ചിരിയിലൊതുക്കി. സെർസയുടെ കണ്ണുകൾ കോട്ടയ്ക്ക് താഴെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഭയന്നുവിറയ്ക്കുന്ന മിസൻഡയിലായിരുന്നു. ആ നിസ്സഹായത കണ്ട് സെർസി ക്രൂരമായി ചിരിച്ചു. ഡ്രാഗൺസ്റ്റോണിലെ വാർറൂമിൽ കോപം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ഡെനറിസ്. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. എന്തു വില കൊടുത്തും കിങ്സ് ലാൻഡിംഗ് ആക്രമിക്കാൻ തന്നെയായിരുന്നു അവളുടെ തീരുമാനം. നിരപരാധികളായ ജനങ്ങളെ കൊല്ലരുതെന്നും നഗരം ചുട്ടരിക്കരുതെന്നും വേരിസ് എത്ര അപേക്ഷിച്ചിട്ടും അവൾ കേട്ടില്ല. പ്രതികാരം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ടൈറിയൻ ഇടപെട്ട് സമാധാനപരമായ ഒരു ചർച്ചയ്ക്ക് ശ്രമിക്കാമെന്ന് അവളെ സമ്മതിപ്പിച്ചു. കിങ്സ് ലാൻഡിംഗിന്റെ കോട്ടവാതിൽ. അങ്ങേയറ്റം ഭയാനകമായ ഒരു അന്തരീക്ഷം. സൂര്യന്റെ പ്രകാശം ആ ചുവന്ന മതിലുകളിൽ തട്ടി രക്തവർണ്ണമായി തോന്നിപ്പിച്ചു. വാരിസും ഗ്രേവമും ഡാനേരീസും ടൈറിയനും ഒരു ചെറിയ അൺസലൈഡ് സൈന്യത്തിനൊപ്പം നിൽക്കുന്നു. കാറ്റ് വലിയ ശബ്ദത്തോടെ വീശുന്നുണ്ടായിരുന്നു. കോട്ടയ്ക്ക് മുകളിൽ സെർസെയും യൂറോണും ദ മൗണ്ടനും നിൽപ്പുണ്ടായിരുന്നു. അവർക്കിടയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കണ്ണീരോടെ മിസ്സന്തയിൽ നിന്നു. ആകാശത്തേക്ക് നീണ്ടുനിൽക്കുന്ന വലിയ സ്കോർപ്പിയോൺ ആയുധങ്ങൾ അവർക്ക് നേരെ തിരിച്ചുവച്ചിട്ടുണ്ടായിരുന്നു. വില്ലാളികൾ അമ്പുകൾ കുലച്ചു നിൽക്കുകയാണ്. വലിയ ശബ്ദത്തോടെ കോട്ടവാതിൽ തുറന്ന് കൈബൺ പുറത്തേക്ക് വന്നു. രണ്ടു സൈന്യങ്ങൾക്കിടയിലുള്ള വലിയൊരു വിജനമായ ഭൂമിയിലൂടെയുള്ള ആ നടത്തം ഭയാനകമായിരുന്നു. മൈലോഡ്, കൈബൺ പറഞ്ഞു. ഡനേരീസ് രാജ്ഞി സെർസിയുടെ ഉപാധികളില്ലാത്ത കീഴടങ്ങലും മിസാൻഡയുടെ മോചനവും ആവശ്യപ്പെടുന്നു, ടൈറിയൻ പറഞ്ഞു. അവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. സെർസെ രാജ്ഞി ഡനേരീസിന്റെ ഉപാധികളില്ലാത്ത കീഴടങ്ങൽ ആവശ്യപ്പെടുന്നു. വിസമ്മതിച്ചാൽ മിസാൻഡെ ഇവിടെ വെച്ച് മരിക്കും, കൈബൺ വളരെ ശാന്തനായി പറഞ്ഞു. ടൈറിയന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഈ വലിയ നഗരം കത്തിയെരിയുന്നത് കാണാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നില്ല. അവൻ കൈബണ്ണെ മറികടന്ന് കോട്ടയ്ക്ക് മുകളിൽ നിൽക്കുന്ന സെർസിയെ നോക്കി സംസാരിക്കാൻ തീരുമാനിച്ചു. വില്ലാളികൾ വീണ്ടും അമ്പുകൾ കുലച്ചു. സെർസെ കൈ ഉയർത്തി അവരെ തടഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ജനങ്ങളോട് സ്നേഹമില്ലെന്നെനിക്കറിയാം. പക്ഷേ നിങ്ങളൊരു രാക്ഷസിയല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നു. അവർക്കുവേണ്ടിയെങ്കിലും നിങ്ങളുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനു വേണ്ടിയെങ്കിലും ഈ നഗരത്തെ രക്ഷിക്കണം, ടൈറിയൻ അപേക്ഷിച്ചു. സെർസി ആ വാക്കുകൾ കേട്ടു. പക്ഷേ അവളുടെ മുഖത്ത് യാതൊരു മാറ്റവുമുണ്ടായില്ല. ക്രൂരത മാത്രം നിറഞ്ഞ ആ കണ്ണുകൾ താഴേക്ക് നോക്കി. അവൾ മിസാൻഡയുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ കൈയിൽ മുറുകെ പിടിച്ചു. നിനക്കവസാനമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, സെർസെ പറഞ്ഞു. മിസാൻഡെ താഴെ നിൽക്കുന്ന ഗ്രേവേമിനെയും ഡെനേറിസിനെയും നോക്കി. അവളുടെ കണ്ണുകളിൽ മരണഭയമില്ലായിരുന്നു, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അത്. അവൾ ദീർഘമായി ശ്വാസമെടുത്ത് ആകാശത്തേക്ക് നോക്കി ഉറക്കെ പറഞ്ഞു, ഡ്രക്കാറിസ്. ഡനറിസിന്റെയും ഗ്രേവേമിന്റെയും ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. സെർസെയുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിടർന്നു. അവൾ പതുക്കെ തിരിഞ്ഞ് വലിയ രൂപമുള്ള ദ മൗണ്ടനെ നോക്കി. അവൻ തന്റെ വലിയ വാളെടുത്ത് ഒറ്റവെട്ടിന് മിസാൻഡയുടെ തല വെട്ടിമാറ്റി. തലയറ്റ ആ ശരീരം കോട്ടയ്ക്ക് താഴേക്ക് പതിച്ചു. ഡേനേരിസിന്റെ ഉള്ളിൽ കോപത്തിന്റെ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയായിരുന്നു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളുടെ മരണത്തിന് പകരം ചോദിക്കാൻ ഈ നഗരം മുഴുവൻ ചുട്ടുചാമ്പലാകാനുള്ള ദേഷ്യത്തോടെ അവൾ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ആ നടപ്പിൽ വരാനിരിക്കുന്ന വലിയൊരു സർവനാശത്തിന്റെ സൂചനയുണ്ടായിരുന്നു. പുകയുന്ന കോപത്തോടെ രക്തച്ചൊരിച്ചിലിന് തയ്യാറെടുക്കുന്ന ആ കണ്ണുകളോടെ അവൾ അവിടെ നിന്നും നടന്നു മറഞ്ഞു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.